കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീട്ടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വയനാട് ചൂരൽമല ദുരന്തത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് ഒരു ഒരു കമ്പനി വെച്ചു കൊടുത്ത ഒരു വീട്ടിന്റെ മുമ്പിലാണ് നാം കാണുന്നത്. ഈ വീട് 15 ലക്ഷം രൂപ ആയെന്നാണ് ഈ വീട് വെച്ചു കൊടുത്ത പിന്നെ ഷാജിമോൻ ചൂരൽമല അവകാശപ്പെടുന്നത്. കോൺട്രാക്ടർ കൂടിയാണ് അദ്ദേഹം, ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനും കൂടിയാണ്. ഈ 15 ലക്ഷം രൂപയുടെ വീടും 30 ലക്ഷം രൂപയുടെ വീടും കൂടെ ചേർത്താണ് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇവിടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതൊരു മാതൃകാ വീടാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ ഈ 15 ലക്ഷം രൂപയ്ക്കുള്ള വീടാണ് കാണുന്നത്. അതേപോലെ തന്നെ 30 ലക്ഷം രൂപയുടെ വീട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഊരാളുങ്കൽ സൊസൈറ്റി വെച്ചു കൊടുക്കുന്ന ഒരു വീടാണ്. 30 ലക്ഷം രൂപയുടെ വീട്. ആ 30 ലക്ഷം രൂപയുടെ വീട് നോക്കൂ, ഇത്രയും രൂപ ചെലവാകത്തില്ല എന്നാണ് കോൺട്രാക്ടർ കൂടിയായ ഷാജിമോൻ പറയുന്നത്. 30 ലക്ഷം രൂപ ഒരിക്കലും ഇത്രയും ഒരു ചെലവാകത്തില്ല. അദ്ദേഹം കോൺട്രാക്ടർ കൂടിയാണ്. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. ഈ 15 ലക്ഷം രൂപയ്ക്ക് അതിൽ അദ്ദേഹത്തിന് കൊടുത്തതിന്റെ 14 ലക്ഷത്തി ഏതാണ്ട് 13,000 രൂപയ്ക്കാണ് കരാർ വെച്ചത്. പിന്നെ അദ്ദേഹം GST അടച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു 15 ലക്ഷം രൂപയുടെ ഒരു വീട് തന്നെയാണ് ഇദ്ദേഹം ഇത്രയും ഭംഗിയായും വൃത്തിയായും വളരെ വേഗം തന്നെ അത് പൂർത്തീകരിച്ച് അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൈമാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെല്ലാം തന്നെ ഈ വീടിന്റെ കാര്യത്തിൽ എങ്ങനെ 30 ലക്ഷം രൂപയ്ക്ക് ഇത്തരത്തിലൊരു വീട് പണിത്, ആ 30 ലക്ഷം രൂപയുടെ വീട് പണിയുമ്പോൾ തന്നെ ആദ്യകാലത്ത് ഈ പ്ലാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി രാജനോട് തന്നെ ഈ ഷാജിമോനും ഒക്കെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെയാണ് ഈ വീട് പണിഞ്ഞിരിക്കുന്നത്. 30 ലക്ഷം രൂപ ചെലവാക്കിയെങ്കിൽ അദ്ദേഹം അതിന്റെ വ്യക്തമായിട്ട് തന്നെ പല കാര്യങ്ങളിലും ഇത്രയും പൈസ ഒരിക്കലും ചെലവാകത്തില്ല, എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ വീട് വെക്കുന്ന 2 വീടുകളും നമ്മൾ പോയി കണ്ടു. ഈ വീട്ടിനോടൊപ്പം തന്നെ അദ്ദേഹം ഓരോന്നും നമ്മളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇത്തരത്തിൽ പൈസ അതിനകത്ത് ഇത്രയും തുക ചെലവാകത്തില്ല, ഇത് അധികം തുകയാണ്. എത്ര തന്നെയായാലും അത്തരത്തിൽ നമ്മളോട് ഷാജിമോൻ സംസാരിച്ചിട്ടുണ്ട്. വളരെ വർഷക്കാലമായിട്ട് അദ്ദേഹം ഈ കോൺട്രാക്ട് വർക്കിൽ പണി നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. പക്ഷേ അദ്ദേഹം ഇന്നലെ ഇട്ട പോസ്റ്റ് സാമൂഹ്യ രംഗത്തെയും ജനങ്ങളും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു വീട് പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയാണ് 30 ലക്ഷം രൂപ ചെലവാകുന്നത്? ഇത്തരത്തിലാണോ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ സർക്കാരുകൾ ഇനി 400ഓളം വീടുകൾ നിർമ്മിക്കുമ്പോൾ മാതൃകാ വീട് ഇത്തരത്തിലാണെങ്കിൽ ഈ 400 വീട് എത്തരത്തിലാകും? ആ 400 വീടിന്റെ ക്വാളിറ്റി അല്പം മെയിൻറ്റെയിൻ ചെയ്തിട്ടെങ്കിലും ആ ടൈൽസ് ഒക്കെ പുതിയതായിട്ടുള്ള മോഡലല്ല, പഴയ കാലങ്ങളിൽ ഇടുന്ന ടൈൽസുകളൊക്കെയാണ് നിരത്തിയിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇതിന്റെ കോൺട്രാക്ട് വർക്കേണ്ട വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യും. പക്ഷെ ഒരു കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അദ്ദേഹം തന്നെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെയാണ് ആ വീട് 15 ലക്ഷത്തിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ ആ വീടിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റി പണിഞ്ഞു കൊടുക്കുന്ന വീടും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇത്തരത്തിൽ സർക്കാരിന് പുനർവിചിന്തനം ഉണ്ടാകട്ടെ. കണക്കുകൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് പകരം 700ഓളം കോടി ദുരിതാശ്വാസ നിധിയിലും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ കണക്കെഴുതി മാറ്റാതെ അതിന് അർഹതപ്പെട്ട രീതിയിലും അതിന്റെ മൂല്യം അനുസരിച്ചും ആ വീടുകൾ കൃത്യതയോടുകൂടി തന്നെ അത് വെച്ചു കൊടുക്കാൻ ശ്രമിക്കട്ടെ. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.